ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെയിലി ലൈഫ് അറ്റ് എ കഫേ ആണ്. മിക്ക സ്റ്റുഡൻസിൻ്റെയും ഏറ്റവും വലിയ നീഡാണ് അവർക്ക് ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ സംസാരിക്കണം, എക്സ്പെഷ്യലി ബിഗിനേഴ്സിന്. സോ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, മാം ഡെയിലി ലൈഫ് കോൺവെർസേഷൻ്റെ പറ്റിയ വീഡിയോസ് ഇടാവോ എന്ന്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെയിലി ലൈഫ് കോൺവെർസേഷൻ അറ്റ് എ കഫേ ആണ്. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും കമ്മ്യൂണിക്കേഷനും സ്പോക്കൺ ഇംഗ്ലീഷിനും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. സോ താല്പര്യമുള്ളവർ വേഗം കോൺടാക്റ്റ് ചെയ്യാം. ഇതൊരു റോൾ പ്ലേ ആണ് ബിറ്റ്വീൻ കഫേ സ്റ്റാഫും കസ്റ്റമറും തമ്മിൽ. സോ കഫേയിൽ കയറി ഉടനെ തന്നെ സ്റ്റാഫ് ചോദിക്കും, ഹലോ, വെൽക്കം സർ അല്ലെങ്കിൽ വെൽക്കം മാഡം എന്ന് ചോദിക്കും. അപ്പോൾ കസ്റ്റമർ പറയും ഹായ്. സ്റ്റാഫ് പറയും വാട്ട് ക്യാൻ ഐ ഗെറ്റ് യു ടുഡേ? എന്താ പറയുക? വാട്ട് ക്യാൻ ഐ ഗെറ്റ് യു ടുഡേ? കോഫി ഓർ ടീ? അപ്പോൾ കസ്റ്റമർ പറയണം, ഇപ്പോൾ കസ്റ്റമറിന് ടീ ആണ് ഇഷ്ടം, ടീ പ്ലീസ്. എന്താ പറയുക? ടീ പ്ലീസ്. സ്റ്റാഫ് പറയും വുഡ് യു ലൈക്ക് മിൽക്ക് ആൻഡ് ഷുഗർ? നിങ്ങൾക്ക് പാലും പഞ്ചസാരയും വേണമെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ചോദിക്കുക? വുഡ് യു ലൈക്ക് മിൽക്ക് ആൻഡ് ഷുഗർ? അപ്പോൾ കസ്റ്റമർ പറയും നോ മിൽക്ക് പ്ലീസ്, നോ മിൽക്ക് പ്ലീസ്, ബട്ട് ഷുഗർ, പഞ്ചസാര വേണം, പാല് വേണ്ട. കഫേയിലെ സ്റ്റാഫ് പറയും ഷുവർ, വുഡ് യു ലൈക്ക് എനിത്തിങ് ടു ഈറ്റ്? എന്തെങ്കിലും കഴിക്കാൻ വേണോ? എങ്ങനെയാ ചോദിക്കുക? വുഡ് യു ലൈക്ക് എനിത്തിങ് ടു ഈറ്റ്? മേ ബി സമോസ. അപ്പം ഇന്ത്യൻ കഫേയിലൊക്കെ സമോസയൊക്കെ ഉണ്ടാവും. അപ്പം മേ ബി സമോസ, സാൻഡ്വിച്ച് ഓർ പേസ്ട്രി. എങ്ങനെ ചോദിക്കുക? വുഡ് യു ലൈക്ക് എനിത്തിങ് ടു ഈറ്റ്? മേ ബി സമോസ, സാൻഡ്വിച്ച് ഓർ പേസ്ട്രി. അപ്പോൾ കസ്റ്റമർ പറയും വൺ സമോസ പ്ലീസ്. സ്റ്റാഫ് പറയും ഓക്കെ, വൺ ടീ വിത്ത് ഷുഗർ ആൻഡ് വൺ സമോസ. ദാറ്റ് വിൽ ബി 60 rupees. ഞാനിവിടെ ഇന്ത്യൻ കഫേയുടെ അനുസരിച്ച് എഴുതിയേക്കണേ 60 rupees. പുറത്താണെങ്കിൽ $1 ആയിരിക്കും. ആൻഡ് കസ്റ്റമർ പറയും ഹിയർ യു ഗോ. കാശ് എടുത്ത് കൊടുക്കും. അപ്പോൾ എന്താ പറയുക? ഹിയർ യു ഗോ. സ്റ്റാഫ് പറയും താങ്ക് യു, പ്ലീസ് ഹാവ് എ സീറ്റ്, ഐ വിൽ ബ്രിങ് ഇറ്റ് ടു യുവർ ടേബിൾ. നിങ്ങൾ സീറ്റിലിരുന്നോ, ഞാൻ ടേബിളിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരാം. കസ്റ്റമർ പറയും താങ്ക്സ്. മിക്ക സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണ്, മാം എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, പക്ഷെ സംസാരിക്കാനാണ് അറിയില്ലാത്തത്. സോ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ വേഗം എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ. ഞാനിവിടെ ഇൻഡിവിജ്വൽ ക്ലാസ്സും ഗ്രൂപ്പ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വേഗം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമുക്കിനി കുറച്ച് ഫ്രേസസ് നോക്കാം, എങ്ങനെയാണ് കഫേയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയെന്ന്. സോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്ക്. ഞാനൊരു സെൻറ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് എ കോഫി, എ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ സം കുക്കീസ്. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് ഓപ്ഷനും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ക്യാൻ ഐ ഹാവ് സം കുക്കീസ്, എ കപ്പ് ഓഫ് ടീ, എ കോഫി എന്ന് പറയാം. ഇവിടെ ഞാൻ കൊടുത്തേക്കണത്, ഇപ്പം സ്റ്റാഫ് ചോദിക്കും നിങ്ങൾ ഇവിടെ നിന്നാണോ കഴിക്കുന്നത് അതോ നിങ്ങൾ കൊണ്ടുപോവാണോ? സോ ഇവിടെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, കഫേ തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ക്യാൻ ഐ ഹാവ് ഇറ്റ് ഹിയർ പ്ലീസ്. എങ്ങനെ പറയാം? ക്യാൻ ഐ ഹാവ് ഇറ്റ് ഹിയർ പ്ലീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഇറ്റ് ഹിയർ പ്ലീസ്. എപ്പോഴും നമ്മളൊരു പ്ലീസ് ഒക്കെ പറയണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ക്യാൻ ഐ ഹാവ് ഇറ്റ് ടു ഗോ പ്ലീസ്. ഞാൻ ഇത് കൊണ്ടുപോവാണ്, ക്യാൻ ഐ ഹാവ് ഇറ്റ് ടു ഗോ പ്ലീസ്. ഓർ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് അവേ പ്ലീസ്. എന്താ പറയുക? ഐ വുഡ് ലൈക്ക് ഇറ്റ് ടു ടേക്ക് അവേ പ്ലീസ്. നമ്മൾ ഇന്ത്യയിൽ കൂടുതൽ പാർസൽ ചെയ്യാനാണ് പറയാ, ക്യാൻ ഐ ഹാവ് ഇറ്റ് പാർസൽഡ് പ്ലീസ്. ഇവിടെ ചായ, കാപ്പി അല്ലെങ്കിൽ കുക്കീസ് ഉണ്ടോ? ഇതെങ്ങനെ കഫേയിൽ എത്തിയിട്ട് ചോദിക്കും? ഡു യു ഹാവ് ടീ, കോഫി ഓർ കുക്കീസ്? എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് ടീ, കോഫി ഓർ കുക്കീസ്? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പേ ചെയ്യണേ? ക്യാഷിലാണോ കാർഡിലാണോ? അപ്പം നമുക്ക് അവരോട് ചോദിക്കാം, സ്റ്റാഫിനോട് ചോദിക്കാം ക്യാൻ ഐ പേ വിത്ത് ക്യാഷ് ഓർ കാർഡ്? അല്ലെങ്കിൽ ക്യാൻ ഐ പേ വിത്ത് ക്യാഷ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാൻ ഐ പേ വിത്ത് കാർഡ്. അല്ലെങ്കിൽ ഇപ്പം GPay ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൺപേ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാം. അത് കഴിഞ്ഞ് ബില്ല് ചോദിക്കുമ്പം എങ്ങനെ നിങ്ങൾക്ക് ബില്ല് ചോദിക്കാം? ക്യാൻ ഐ ഹാവ് ദ ബിൽ? അല്ലെങ്കിൽ റെസീറ്റ്. റെസീറ്റ് എന്നാണ് കേട്ടോ പറയാം, റിസീപ്റ്റ് അല്ല, റെസീറ്റ്. സ്ട്രെസ്സസ് ഓൺ ദ സെക്കൻഡ് സിലബിൾ. ക്യാൻ ഐ ഹാവ് ദ ബിൽ അല്ലെങ്കിൽ ക്യാൻ ഐ ഹാവ് ദ റെസീറ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി എന്താണ് അടുത്ത വീഡിയോയിൽ വേണ്ടതെന്നും കൂടി കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു എവ്രി വൺ.